ഹായ്, വെൽക്കം ടു പുളിയം സ്വാദും. ഇന്നത്തെ എൻ്റെ എപ്പിസോഡ് ഒരു കുഞ്ഞു വ്ളോഗാണ് കേട്ടോ, ഒരു വീക്കെൻഡ് വ്ളോഗാണ്. അപ്പോൾ ഞങ്ങൾ ഇന്ന് എത്തിയിരിക്കുന്ന ഈ സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷാർജ കോർണിഷിലുള്ള അൽനൂർ ഐലൻഡ് എന്ന് പറഞ്ഞ ഒരു സ്ഥലത്താണ് ഞങ്ങൾ ഇന്ന് എത്തിയിരിക്കുന്നത്. അപ്പോൾ ഇന്ന് ഇവിടുത്തെ കാഴ്ചകളാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിലേക്ക് കാണിക്കുന്നത്. ഇന്ന് ഇവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ബട്ടർഫ്ലൈ ഉണ്ട്, അതായത് ബട്ടർഫ്ലൈയെ തന്നെ ഇട്ടിരിക്കുന്ന ഒരു റൂമുണ്ട്. അതുപോലെ തന്നെ ഇവിടെ കയറുന്നതിന് സ്പെഷ്യലായിട്ടുള്ള ചാർജസ് ഉണ്ട്. അപ്പം ഇതെല്ലാം തന്നെ നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ എത്തിക്കും. അതുപോലെ തന്നെ ഫുൾ പച്ചപ്പ് നിറഞ്ഞ ഒരു സ്ഥലമാണ് കേട്ടോ. ഇതൊരു കോർണിഷ് ഏരിയയാണിത്. അപ്പം ഇതിൻ്റെ ഭംഗി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് കേട്ടോ ഇതിൻ്റെ ഈ കാഴ്ചകൾ കാണാനായിട്ട്. അപ്പോൾ എല്ലാവരും ഈ ഒരു വീഡിയോ ഒന്ന് കണ്ട് ഒന്ന് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ഇനി ആരെങ്കിലുമൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, അപ്പം നമുക്ക് നമ്മുടെ ആ കാഴ്ചകളിലേക്ക് പോകാം. കോവിഡിൻ്റേതായിട്ടുള്ള എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ട് തന്നെയാണ് കേട്ടോ ഈ ഒരു അൽനൂർ ഐലൻഡിലേക്ക് അവർ പ്രവേശിപ്പിക്കുന്നത്. ടെമ്പറേച്ചറൊക്കെ ചെക്ക് ചെയ്തു, ഞങ്ങൾ ഉള്ളിലേക്ക് കടന്നു. അപ്പോൾ ഇവിടുന്ന് കടക്കുന്നിടം തൊട്ടാണ് അവർ ആ ഒരു ചാർജ് എടുക്കുന്നത്. അഡൽട്ടിന് 35 ദിറംസും അതുപോലെ തന്നെ കിഡ്സിന് 20 ദിറംസും ആണ് കേട്ടോ ഇവിടുത്തെ ചാർജ്. പക്ഷേങ്കിൽ നമുക്കിവിടെ ബട്ടർഫ്ലൈ, ഞാൻ പറഞ്ഞിരുന്നു ബട്ടർഫ്ലൈ ഒരു ഹൗസ് ഉണ്ട്, ബട്ടർഫ്ലൈക്ക് വേണ്ടി മാത്രമായിട്ടൊരു ഹൗസ് ഉണ്ട്. അപ്പോൾ അതിനകത്ത് കയറണമെന്നുണ്ടെങ്കിൽ നമ്മൾ 15 ദിറംസ് കൂടെ ഒരു എക്സ്ട്രാ ചാർജായിട്ട് കൊടുക്കണം. അപ്പോൾ ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് ഞാൻ പറഞ്ഞു തരാം. ഷാർജയിലുള്ള ബുഹൈറ കോർണിഷ് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് ഈ ഒരു ഐലൻഡ് സ്ഥിതി ചെയ്യുന്നത്. ഐലൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഇതിങ്ങനെയൊന്ന് അതൊന്നും ഒരു സൈഡിലേക്ക് ഇതിങ്ങനെ ഒന്ന് ഡെവലപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെങ്കിൽ വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് നിങ്ങൾ ഇനിയും കാണാനായിട്ട് പോകുന്നത്. അങ്ങനെ ഞങ്ങൾ ഉള്ളിലേക്ക് കടന്നു. ഇതാണ് ബട്ടർഫ്ലൈ ഹൗസ്, കണ്ടില്ലേ? ഇങ്ങനെയൊരു ഇതായിട്ട് തന്നെ അവരൊരു റൂമായിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ്. ഞങ്ങൾ അതിൻ്റെ ഉള്ളിലേക്ക് പോവുകയാണ്. അങ്ങനെ ഞങ്ങൾ ബട്ടർഫ്ലൈ ഹൗസിലേക്ക് കയറാൻ പോവുകയാണ്. അവർ കുറച്ച് ആൾക്കാരെ അതിനുള്ളിലേക്ക് കടത്തി വിടത്തുള്ളൂ. അതുപോലെ തന്നെ നമുക്കിവിടെ 10 മിനിറ്റോളമേ സ്പെൻഡ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അത് കഴിയുമ്പോൾ നമുക്ക് വീണ്ടും വന്ന് നമുക്കിവിടെ കയറാനായിട്ട് സാധിക്കും. അതായത് ഒരു 10 മിനിറ്റ് നിന്നതിന് ശേഷം വീണ്ടും പുറത്തിറങ്ങി വീണ്ടും നമുക്ക് അതിനുള്ളിലേക്ക് പ്രവേശിക്കാനായിട്ട് പറ്റും. പക്ഷേ അറ്റ് എ ടൈം അവർ കുറച്ച് ആൾക്കാരെ മാത്രമേ ഇതിനുള്ളിലേക്ക് കടത്തി വിടുന്നുള്ളൂ. വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് ഇനി കാണാൻ പോകുന്നത്. കാരണം ചിത്രശലഭങ്ങളെ ഇഷ്ടമില്ലാത്തവരായിട്ട് ആരും കാണത്തില്ല. എന്നാൽ ഇവിടെ വന്നപ്പോഴേക്കാണ് നമ്മൾ ഒരു നാട്ടിലൊക്കെ പോയി നിന്ന് ബട്ടർഫ്ലൈസൊക്കെ പറന്ന് നടക്കുന്ന ആ ഒരു കാഴ്ച തന്നെയാണ് കേട്ടോ. ഒരുപാട് ബട്ടർഫ്ലൈസ് ഉണ്ട് ഇവിടെ. കാരണം ഞങ്ങൾ വിചാരിച്ചിരുന്നു കോവിഡ് ആയതുകൊണ്ട് തന്നെ അധികം ഒന്നും ഇല്ല എന്നുള്ളത് നേരത്തെ തന്നെ ആരോ പറഞ്ഞിരുന്നു. പക്ഷേ ഞങ്ങൾ ചെന്നപ്പോഴേക്കും അവിടെ ഉണ്ടായിരുന്നു. അതായത് കുറേ ബട്ടർഫ്ലൈസ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ കുറച്ച് ആൾക്കാരെ മാത്രമേ അവർ അതിനകത്തോട്ട് പ്രവേശിപ്പിക്കുന്നുള്ളായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ തന്നെ നമുക്കിതാ ഇങ്ങനെയുള്ള മനോഹരമായിട്ടുള്ള കാഴ്ചകളൊക്കെ അവിടെ കാണാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിതൊന്ന് കണ്ടു നോക്ക്.
അതുപോലെ തന്നെ ബട്ടർഫ്ലൈസിൻ്റെ 4 സ്റ്റേജസ് ആണല്ലോ ഉള്ളത്. അതിൽ കണ്ടില്ലേ ഇവരിവിടെ അത് തന്നെ ഇങ്ങനെ ഗ്ലാസ്സിൽ ഇത് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടുന്ന് തന്നെ ബട്ടർഫ്ലൈസ് വിരിഞ്ഞ് പുറത്തേക്ക് വരുന്നു എന്നുള്ളതാണ് കേട്ടോ ഇവിടുത്തെ വേറൊരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയത്. കാരണം കണ്ടില്ലേ ഇതെല്ലാം ഇനിയും വിരിയാനായിട്ടുള്ള ബട്ടർഫ്ലൈസ് ആണ് കേട്ടോ. ഇതോടെ വിരിഞ്ഞ് വരുമ്പോൾ ഇവിടെ മനോഹരമായി തന്നെ തീരും. നമ്മുടെ കയ്യിൽ വന്നിരിക്കാനും ഒക്കെ ചിത്രശലഭങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം കുട്ടിക്കാലത്ത് നമ്മൾ ബട്ടർഫ്ലൈസിനെയൊക്കെ പുറകെ നടന്നിട്ടുണ്ടല്ലോ. ഇപ്പോൾ ഇതാ ഈ ബട്ടർഫ്ലൈ എൻ്റെ പുറകെ നടക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് പറന്ന് വന്നിട്ട് ഇരിക്കുന്നത് എവിടെയാണെന്ന് നിങ്ങൾക്ക് കാണണ്ടേ? നമുക്ക് നോക്കാം ഇത് എവിടെയാണ് പറന്ന് വന്നിരിക്കുന്നത് എന്നുള്ളത്. കണ്ടില്ലേ അത് വന്നിരുന്നത് എൻ്റെ മൂക്കത്തായിരുന്നു കേട്ടോ. പക്ഷേങ്കിൽ അത് ഇരുന്നത് കൊണ്ട് നമുക്കൊരു അസ്വസ്ഥതയൊന്നും തോന്നിയിട്ടില്ല. ഞാൻ കുറേ ഒന്ന് കുടഞ്ഞൊക്കെ നോക്കി, പക്ഷേ അത് പോയില്ല. പിന്നെ ഞാൻ എടുത്തതിനെ പറപ്പിച്ച് വിടുകയായിരുന്നു ചെയ്തത്. അപ്പോൾ ഞങ്ങൾ അവിടെ കുറേ നേരം സ്പെൻഡ് ചെയ്തതിന് ശേഷം ഞങ്ങൾ അവിടെ നിന്ന് ഇനിയിപ്പം തിരിച്ച് ഇറങ്ങാനായിട്ടുള്ള പ്ലാനിലാണ്. കാരണം ഞാൻ പറഞ്ഞിരുന്നുവല്ലോ 10 മിനിറ്റ് അവിടെ നിൽക്കുക, അതിന് ശേഷം നമ്മൾ പുറത്തേക്ക് ഇറങ്ങുക. പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞിട്ട് അവർ വീണ്ടും പറയുന്നുണ്ട് നിങ്ങൾക്ക് വീണ്ടും അതിലേക്ക് പ്രവേശിക്കാമെന്ന് അവർ പറയുന്നുണ്ട്. ഞങ്ങൾ ഇനിയിപ്പം ബാക്കിയുള്ള പുറത്തെ കാഴ്ചകളൂടെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കാണിച്ചു തരാം. അങ്ങനെ ബട്ടർഫ്ലൈ ഹൗസിനുള്ളിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവരൊരു മാപ്പുണ്ട്. അപ്പോൾ ആ മാപ്പ് നോക്കി നമുക്ക് ഇതിൻ്റെ ഉള്ളിലൂടെ നമുക്ക് സഞ്ചരിക്കാവുന്നതാണ്. അപ്പോൾ 2 സൈഡിലും പച്ചപ്പ് നിറഞ്ഞ കാഴ്ചകളാണ് കേട്ടോ. മരങ്ങളും അതുപോലെ തന്നെ ചെടികളും എല്ലാമായിട്ട് വളരെ മനോഹരമാണ് ഇതിൻ്റെ ചുറ്റിലുമുള്ള കാഴ്ചകൾ. പിന്നീട് ഇവിടെയുള്ള കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ മരങ്ങളെല്ലാം, അതായത് ഒരുപാട് മരങ്ങൾ സേവ് ചെയ്തെന്ന് പറഞ്ഞിട്ട് അവരവിടെ തന്നെ എഴുതിയൊക്കെ വെച്ചിട്ടുണ്ട്. അതായത് വലിയ വലിയ മരങ്ങളൊക്കെ, അതായത് ഇതൊരു കടലിൻ്റെ സൈഡാണല്ലോ. അപ്പോൾ അവിടെ തന്നെ അവർ അങ്ങനെ തന്നെ മരങ്ങളെ എല്ലാം ഒന്ന് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കുറേ പച്ചപ്പാണ് കേട്ടോ. ഇതുപോലെ ഒരു മരുഭൂമിയിൽ ഇതുപോലെ ഒരു പച്ചപ്പ് കാണുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അത്ഭുതം വരുന്ന ഒരു കാര്യമാണ്. ഇവരെങ്ങനെ ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്നു എന്നുള്ളത് വരെയും വളരെ അത്ഭുതമായിട്ട് തോന്നിയ ഒരു കാര്യമാണ്. പിന്നീടുള്ളത് കുറേ സ്കൾപ്ചേഴ്സ് വെച്ചിട്ടുണ്ട് കേട്ടോ. അതൊക്കെ നിങ്ങൾക്ക് വഴിയെ തന്നെ കാണാൻ സാധിക്കും. കാരണം കുറേ സ്കൾപ്ചേഴ്സ് അവർ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അവരവിടെ എഴുതിയും വെച്ചിട്ടുണ്ട്. ഞാൻ അതൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതിവിടുത്തെ മേസ് ഗാർഡൻ ആണ്. അതിൻ്റെ ഉള്ളിലൂടെ നമുക്കൊന്ന് നടന്നിട്ട് വരാം.
നമ്മൾ കാണാത്ത പല മരങ്ങളും ഇവർ നന്നായി തന്നെ ഇവിടെ സംരക്ഷിച്ച് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു പ്ലേ ഗ്രൗണ്ട് പോലെ ഇവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് അധികം എക്വിപ്മെൻറ്റ്സ് ഒന്നുമില്ല, ജസ്റ്റ് ഒരു ക്രോസ് ബാർ പോലെ ഒരു ഇത് വെച്ചിട്ടുണ്ട്, അതിലൂടെ നടക്കാം, അത്രയും അതിൻ്റെ അകത്ത് സെറ്റ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇതാണ് കേട്ടോ ആ ഒരു പ്ലേ ഗ്രൗണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, പ്ലേ ഗ്രൗണ്ടിൻ്റെ അകത്ത് ഒരു ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്, അതിനകത്തൂടെ ഒന്ന് നടക്കാം, അത്രയേ ഉള്ളൂ. പിന്നീട് നടക്കാനായിട്ട്, അതായത് ഈവനിങ്ങിൽ നമുക്ക് വെറുതെ ഒന്ന് നടക്കണം, ഒരു ഈവനിങ് വാക്കിന് വേണ്ടി വരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സ്ഥലം ഒട്ടും ഇതാവത്തില്ല, അത്രയ്ക്കും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു സ്ഥലം തന്നെയാണ് കേട്ടോ ഇത്. അപ്പോൾ ഇനി നമുക്ക് കിളികളുടെ സൗണ്ടും ഒക്കെ ഒന്ന് കേൾക്കാം, കാരണം സന്ധ്യയായി തുടങ്ങിയിട്ടുണ്ട്, നമുക്ക് കിളികളുടെ സൗണ്ടും ഒക്കെ ഒന്ന് കേൾക്കാം. കിളികളുടെ സൗണ്ട് കേട്ടല്ലോ. ഇനിയിപ്പോൾ നമുക്ക് കാക്ടസ് ഗാർഡനിലേക്ക് പോകാം. കാക്ടസ് ഗാർഡൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കുറേ കാക്ടസ്, അതായത് പല വലിപ്പത്തിലും പല നീളത്തിലും അതുപോലെ തന്നെ പല ഷേപ്പിലും ഉള്ള കാക്ടസ് ആണ് കേട്ടോ ഇവിടെ ഉള്ളത്. അപ്പോൾ നമുക്കിനി അതൊന്ന് കാണാം. കാക്ടസ് കൂടാതെ ഇവിടെ അലോവേര ഒരുപാടുണ്ട് കേട്ടോ, കറ്റാർ വാഴ അതും ഒരുപാട് ഇവിടെ നിപ്പുണ്ട്. അപ്പോൾ നമുക്കിനി അതൊന്ന് കാണാം.
അങ്ങനെ നല്ല മനോഹരമായിട്ടുള്ള കാഴ്ചകൾ കണ്ടിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഈ കാണുന്നത് ഷാർജ, ബുഹൈറ, കോർണിഷ് ആണെന്ന് ഞാൻ ആദ്യം തന്നെ പറഞ്ഞു. അപ്പോൾ വരുവാനായിട്ട് ഇൻട്രസ്റ്റ് ഉള്ളവർക്കൊക്കെ വേണ്ടിയിട്ട് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ദുബൈയിലുള്ള എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാനതിൻ്റെ അഡ്രസ്സും കാര്യങ്ങളും ഒക്കെ കൊടുക്കാം. ഇവിടുത്തെ ടൈമിങ് വന്നിട്ട് ബുധനാഴ്ച മാത്രം, അതായത് വെനസ്ഡേ ഇവർക്ക് ഹോളിഡേ ആണ്. ബാക്കിയുള്ള എല്ലാ ഡേയ്സിലും ഇവർക്ക് ഉണ്ട്. അതായത് 9 to 12 AM ആണ് കേട്ടോ. അതായത് വെളുപ്പിനെ വരെയും അതായത് മിഡ് നൈറ്റ് വരെയും ഇവിടുത്തെ ഈ ഒരു ഐലൻഡ് ഓപ്പൺ ആണ്. കാരണം രാത്രിയിൽ ഇവിടുത്തെ ലൈറ്റൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര രസമാണ് കേട്ടോ കാണാനായിട്ട്. അപ്പോൾ ഞങ്ങൾ ആ കാഴ്ചയോട് കണ്ടിട്ടാണ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയത് പതുക്കെ. കാരണം കുട്ടികൾക്ക് വളരെ കുറച്ച് നേരം നടന്നപ്പോഴേക്കും വല്ലാണ്ട് ക്ഷീണിച്ചു. അതുകൊണ്ട് പിന്നെ ഞങ്ങൾ ഇങ്ങനെ വന്ന് ഇരുന്നിട്ട് പിന്നെ ആ ഒരു കിളികളുടെ സൗണ്ട് നമുക്ക് ഇവിടെ നിന്ന് ഇപ്പോൾ തന്നെ കേൾക്കുന്നില്ലേ, നല്ല സൗണ്ടാണ് കേട്ടോ പുറത്തേക്ക് ആ ഒരു കിളികളുടെ സൗണ്ട് കേൾക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വരുവാനായിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇതിൻ്റെ അഡ്രസ്സും കാര്യങ്ങളും ഒക്കെ കൊടുക്കുന്നതാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ബട്ടർഫ്ലൈ ഗാർഡൻ വന്നിട്ട് 6 മണി വരെ ഉള്ളൂ. അപ്പം 9 AM to 6 PM വരെ ഉള്ളൂ ടൈമിങ്. ബാക്കിയുള്ള ഐലൻഡ് എപ്പോഴും ഓപ്പൺ തന്നെയാണ്. അല്ലാതെയുള്ള ഈ ബട്ടർഫ്ലൈ ഹൗസ് മാത്രമേ ഉള്ളൂ 6 മണി വരെ ഉള്ളത്. അപ്പോൾ എൻ്റെ ഈ ഒരു വ്ളോഗ്, അതായത് ഒരു ചെറിയ വ്ളോഗ് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.